ഡിസംബർ 14 ആഗമനകാലത്തിലെ 3-ാം ഞായറാഴ്ച. മത്തായി 11 2 മുതൽ 11 വരെ വാക്യങ്ങൾ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ സിനിമകളിൽ ഒന്നാണ് ഡൗട്ട്, സംശയം. ജോൺ പാട്രിക് ഷാൻലി എഴുതി സംവിധാനം ചെയ്ത 2008 ഒരു അമേരിക്കൻ നാടക ചിത്രമാണിത്. സെയിൻറ്റ് നിക്കോളാസ് എന്ന ഒരു കത്തോലിക്ക പ്രാഥമിക വിദ്യാലയത്തിൽ നടക്കുന്ന കഥയാണ് ഇതിനാധാരം. പുരോഗമനവാദിയായ ഇടവക പുരോഹിതൻ ഫാദർ ഫ്ലിന്നിനെയും സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ അലോഷ്യസിനെയും ചുറ്റിപ്പറ്റിയാണിത്. വളരെ കർശനമായ അച്ചടക്കക്കാരിയാണ് സിസ്റ്റർ അലോഷ്യ. സ്കൂളിലെ ഏക കറുത്ത വിദ്യാർത്ഥിയോടുള്ള ഫാദർ ഫ്ലിന്നിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഒരു യുവ കന്യാസ്ത്രീയായ സിസ്റ്റർ ജെയിംസ് ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ സിസ്റ്റർ അലോഷ്യസ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നു. ഇത് അവരുടെ വിശ്വാസങ്ങളെ പരീക്ഷിക്കുകയും സ്കൂൾ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കുവാൻ തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പിരിമുറുക്കമുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നു. സംശയത്തിൻ്റെ ഹൃദയഭേദകമായ പരിവേഷണത്തിലാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയുടെ അവസാനം ആത്മപരിശോധനയുടെ ഒരു നിമിഷത്തിൽ സിസ്റ്റർ അലോഷ്യ സമ്മതിക്കുന്നു, എനിക്ക് സംശയങ്ങളുണ്ട്, ഒത്തിരി സംശയങ്ങൾ. വളരെ കാലം പ്രേക്ഷകരിൽ പ്രതിധ്വനിക്കുന്ന അനിശ്ചിതത്വത്തിൻ്റെ വികാരങ്ങൾ ഈ സിനിമ നമ്മിൽ ഉണർത്തുന്നു. സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് സ്നാപക യോഹന്നാൻ ഒരു അനിശ്ചിതത്വ നിമിഷത്തിൽ ചോദിച്ചു പോകുന്നു, വരാനിരിക്കും നീയാണോ അതോ മറ്റാരെങ്കിലും പ്രതീക്ഷിക്കണോ? സംശയവുമായുള്ള അദ്ദേഹത്തിൻ്റെ മാനുഷിക പോരാട്ടത്തെയും മിശിഹായുടെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ വാഞ്ഛയെയും ഇത് വെളിപ്പെടുത്തുന്നു. ഏറ്റവും വിശ്വസ്തരായ വ്യക്തികൾക്ക് പോലും ചിലപ്പോൾ അനിശ്ചിതത്വവുമായി മല്ലിടാൻ കഴിയുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസയാത്രകളുടെ സങ്കീർണത ഇതെടുത്ത് കാണിക്കുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് മറുപടിയായി മിശിഹ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ തെളിവായി താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അന്ധർ, മുടന്തർ, കുഷ്ഠരോഗികൾ, ബധിരർ എന്നിവർ സുഖം പ്രാപിക്കുകയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നത് തൻ്റെ ദിവ്യശക്തിയുടെ മൂർത്തമായ പ്രകടനങ്ങളായി അദ്ദേഹം നിരത്തുന്നു. ഈ പ്രവൃത്തികൾ യേശുവിൻ്റെ അനുകമ്പ അധികാരവും പ്രകടമാക്കുക മാത്രമല്ല, പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. പുരാതന കാലത്തെ വാഗ്ദാനങ്ങളും യേശുവിലുള്ള അവയുടെ സാക്ഷാത്കാരവും ഈ തുടർച്ചയെ ഊന്നിപ്പറയുന്നു. എന്നെ പ്രതി ഇടറാത്തവൻ ഭാഗ്യവാൻ എന്ന വാചകം യേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ അടിവരയിട്ട് കാണിക്കുന്നു. അവൻ്റെ വഴികൾ നിഗൂഢമോ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതായി തോന്നിയാലും ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലും പരമാധികാരത്തിലും വിശ്വസിക്കാൻ ഈ സംഭവം നമ്മെ ക്ഷണിക്കുന്നു. അവൻ്റെ പദ്ധതികൾ മനുഷ്യധാരണയെ മറികടക്കുന്നുവെന്നും ഇടർച്ചകൾ ഒരാളുടെ വിശ്വാസത്തെ തടസ്സപ്പെടുത്തരുതെന്നും നാം തിരിച്ചറിയണം. ഉപസംഹാരമായി സ്നാപക യോഹന്നാനും ശിഷ്യന്മാരും യേശുവും തമ്മിലുള്ള ഇടപെടൽ, സംശയങ്ങൾക്കിടയിലും വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, യേശുവിൻ്റെ പ്രവൃത്തികളെ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ സാക്ഷ്യങ്ങളായി അംഗീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം, സ്വർഗരാജ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതിൻ്റെ അഗാധമായ മൂല്യം എന്നിവയെക്കുറിച്ചുള്ള കാലാതീതമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ഈ സത്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും തിരുവെഴുത്തുകളിൽ ഇടപഴകുന്നതിലൂടെയും വിശ്വാസികൾക്ക് അവരുടെ ആത്മീയ യാത്രയിൽ ശക്തി,
പ്രത്യാശ, ഉറപ്പ് എന്നിവ കണ്ടെത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗമനകാലത്തിൽ ഈ 3-ാം ഞായറാഴ്ചയിലെ അനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം